രാജ്യത്തെ വോട്ടർ പട്ടിക അവർക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റാണ്. അതിന്റെ അർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. അവിടെ SIR നടപടികൾ നിർത്തിവെക്കണം, ചർച്ചയെ അനുവദിക്കണം. രാജ്യത്തോട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന നിലയിലേക്ക് മാറാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ, ജനതയുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടം നാടിന് വേണ്ടിയുള്ള പോരാട്ടമാണോ, ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ? ബീഹാറിൽ, ഒറീസയിൽ, ബംഗാളിൽ എല്ലായിടത്തും SIR വ്യാപിപ്പിച്ച് ജനതയുടെ വോട്ടവകാശത്തെ തന്നെയാണിവർ ഇല്ലാതാക്കുന്നത്. ഞങ്ങളൊന്ന് പറയുകയാണോ, ഈ സമരം പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണോ ഞങ്ങൾ ഇനിയും തുടരും. ഈ സമരം വിജയിക്കുന്നത് വരെ ജനങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരം ഞങ്ങൾ തുടരും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനാധിപത്യ വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ച ഈ വികലമായ നയം ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഏകാധിപത്യ പ്രവണതയുമായി മുന്നോട്ട് പോകുകയാണ്. ജനാധിപത്യത്തെ കുഴിച്ചുമൂടാൻ ഇനി വരുന്ന UP-യിലും ബീഹാറിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം ഈ വോട്ടർ പട്ടിക അട്ടിമറിച്ച് പിൻവാതിലൂടെ അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് BJP. ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കപടമുഖം വലിച്ചു കീറപ്പെടുകയാണ്. ജനാധിപത്യത്തെ ഇതുപോലെ നികൃഷ്ടമായ രീതിയിൽ കണ്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായി BJP അധപ്പതിച്ചിരിക്കുകയാണ്. BJPയുടെ ഈ അധപ്പതനം രാജ്യത്തെ ഭാവി തലമുറ ആശങ്കയോടുകൂടി കാണുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കേണ്ട നീതി ഇവിടെ നടപ്പിലാക്കുന്നില്ല. പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല. ജനാധിപത്യ ശ്രീകോവിൽ ഇതുപോലെ നാണം കെട്ടൊരവസ്ഥ ഉണ്ടായിട്ടില്ല. BJPക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ ആഞ്ഞടിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരായി. ജനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വോട്ടർ പട്ടിക തന്നെ അട്ടിമറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചും ഭരണത്തിൽ തുടരാൻ ശ്രമിക്കുന്നത്. SIR വാപസ് ലോ. രാഹുൽ ഗാന്ധി വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മുന്നിലേക്ക് എത്താൻ സാധിച്ചു. ഒരു വിഭാഗം ആളുകൾ ആ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് തന്നെ അവിടെ നിന്ന് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള MPമാരൊക്കെ സമര രംഗത്ത് മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. നേരത്തെ തൗഫീഖ് പറഞ്ഞിരുന്നു കുറച്ചാളുകൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത്. മറ്റുള്ള ആളുകൾ ഇപ്പോഴും ഈ ബാരിക്കേഡിന് അപ്പുറത്ത് തന്നെയാണോ, അതോ അങ്ങോട്ട് പോയ ആളുകളെ കൂടി തടഞ്ഞിട്ടുണ്ടോ പോലീസ്? അജിൻസി, ബാരിക്കേഡ് മറികടന്നെത്തിയ അഖിലേഷ് യാദവ് അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MPമാരെ ഇപ്പോൾ പോലീസ് ആ ബാരിക്കേഡിന് സമീപത്തായി തടഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസ് MPമാർ ഇപ്പോൾ നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവർക്ക് ചുറ്റും പോലീസ് ബാരിക്കേഡ് വെച്ച് വടം തീർത്തിരിക്കുകയാണ്. മുഴുവനായി ബാരിക്കേഡ് തീർക്കുകയും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതിനെ തുടർന്നാണ് MPമാർ ഇപ്പോൾ നിലത്തിരുന്ന് പ്രതിഷേധിക്കുന്നത്. ബാരിക്കേഡിന് പുറത്തായിട്ടാണ് അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MPമാരുള്ളത്. ബാരിക്കേഡിന് അപ്പുറത്തായിട്ട് പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ നേതാക്കൾ ബാരിക്കേഡിന് അപ്പുറത്തായിട്ട് നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ രണ്ട് സൈഡിലായിട്ടാണ് MPമാരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. കടത്തിവിടുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നുള്ള നിലപാടിലാണ് നിലവിൽ MPമാരുള്ളത്. വലിയ പ്രതിഷേധം നമുക്ക് ഡൽഹിയിൽ കാണുന്നു. വലിയ MPമാരുടെ MPമാർ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത്. എന്തിനാണ് തങ്ങളെ തടയുന്നത് എന്ന് MPമാർ നിരന്തരം ചോദിക്കുന്നുണ്ട്. ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് MPമാരെ ഇത്തരത്തിൽ നടുറോട്ടിൽ തടഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ MPമാരെ കാണാനായിട്ട് സമയം അനുവദിച്ചിട്ട് പോലും എന്തിനാണ് തടയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് MPമാർ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന നിലപാടാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ MPമാരെ അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് അവർ ഈ ബാരിക്കേഡിന് രണ്ട് വശങ്ങളിലായിട്ട് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. MPമാർ ഇപ്പോഴും അവിടെ നിന്ന് പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ വനിതാ MPമാർ ഉൾപ്പെടെ മുഹമ്മദ് മൊയ്ത്ര ഉൾപ്പെടെയുള്ള MPമാർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അവരെ പോലീസ് ഇടപെട്ട നിലത്തിറക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസും മറ്റ് MPമാരും ഈ ബാരിക്കേഡിന് മുകളിലൂടെ ചാടി പുറത്തെത്തിയ ഉടൻ തന്നെ ഇവരെ പോലീസ് തടയുകയും പിടിച്ച് നിലത്തിരുത്തുകയുമായിരുന്നു ഉണ്ടായത്. മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ MPമാരും. നിരവധി MPമാരാണ് പാർലമെന്റിന് പുറത്തേക്ക് 11:30യോടുകൂടി മാർച്ചുമായി പുറത്തെത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനായിട്ട് 30 MPമാർക്കാണ് കമ്മീഷൻ അനുമതി നൽകിയത്. കാരണം അവിടെ 30 ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ എന്നായിരുന്നു കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച എപ്പോഴുണ്ടാകും?
ജിൽസി 12 മണിക്കാണ് അതിന് സമയം അനുവദിച്ചത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. 12:10 ആവുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ കമ്മീഷൻ അടുത്തെത്തണം എന്നാണ് എംപിമാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലീസ് അവരെ കടത്തിവിടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കടത്തിവിട്ടാൽ മാത്രമേ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അട്ടിമറിയുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിന് തങ്ങളെ അനുവദിക്കണം. എന്തിനാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് തങ്ങളെ തടയുന്നത്? അത് തങ്ങളുടെ അവകാശമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് കമ്മീഷനെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് തങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെ പോകാൻ അനുവദിക്കാൻ അല്ലെങ്കിൽ കമ്മീഷനെ കാണാൻ അനുവദിക്കണമെന്നാണ് നിരന്തരമായിട്ട് എംപിമാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ പോലീസ് ഒരടി പോലും ഇപ്പോൾ ആ ബാരിക്കേഡ് മറികടക്കാൻ, അപ്പുറത്തുള്ള എംപിമാർക്ക് ഈ ബാരിക്കേഡ് മറികടക്കാൻ ഒരടി പോലും പോലീസ് സമ്മതിക്കുന്നില്ല. നിരവധി പോലീസിനെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. കേന്ദ്രസേനയും ഡൽഹി പോലീസും ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് സമീപവും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. മറികടന്ന് ഈ എംപിമാരെ കാണണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തി അവരുമായി ചർച്ച നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എംപിമാർ. എന്നാൽ അതിന് പോലീസ് അവരെ സമ്മതിക്കുന്നില്ല. ജനാധിപത്യത്തെ തകർക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നിരന്തരമായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ എംപിമാർ ഉയർത്തിയിരിക്കുന്നത്. ഈ തടയൽ എന്തിനാണ് ഇത്തരത്തിൽ നിരന്തരമായി തങ്ങളെ തടയുന്നത്? ജനാധിപത്യത്തെ അട്ടിമറിച്ച കാലം ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ലെന്ന് എംപിമാർ പറയുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ജനാധിപത്യത്തെ ഇത്രയധികം അട്ടിമറിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മോദി കള്ളത്തരത്തിലൂടെ നേടിയ അധികാരമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു